നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തിരുവോണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പലഹാരമാണ്. അതായത് പൂവട. തിരുവോണ ദിവസം എല്ലാവരും തൃക്കാക്കരയപ്പന് പൂവട നേദിക്കുന്ന പതിവുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവോണ ദിവസം പ്രാതലിന് എല്ലാവരും കഴിക്കുന്നതും ഈ പൂവട തന്നെയാണ്. ഇത് പല നാട്ടിൽ പല രീതിയിലുണ്ടാക്കും. ഇവിടെ ഞാനിപ്പം പച്ചരി തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 7 മണിക്കൂർ മുമ്പേ കുതിർത്തത് ഇപ്പം ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരാം. ചിലർ ഉണക്കലരിയാണ് ഏറ്റവും നല്ലത്. ഉണക്കലരി എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിന് ശേഷം അതിന് നമുക്കൊരു ഫില്ലിങ്ങും തയ്യാറാക്കണം. അതുമാത്രമല്ല, ഈ പച്ചരി ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. ഇനി അതിനൊരു ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വറുത്ത അരിപ്പൊടി എടുക്കാറില്ല. ഈ പൂവട നേദിക്കാനുള്ള പൂവടയ്ക്ക് ഈ വറുത്ത അരിപ്പൊടി എടുക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുമാത്രമല്ല, ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഈ പൂവട എന്ന് പറയുന്ന ഈ പലഹാരത്തിന് ഉപ്പ് ചേർക്കാറില്ല. അതും എനിക്കിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു തന്ന അറിവാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ആ നെയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുകൂടാതെ നേന്ത്രപ്പഴം നുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കണം. നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴമാണ്, നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ട് തന്നെ ശർക്കരപ്പാനി കുറച്ചൊഴിച്ചാൽ മതി. അല്പം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല കോൺസെൻട്രേറ്റ് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരുപാട് മധുരം ആവശ്യമില്ല, ഒരു നേരിയ മധുരം മതി ഇതിന്. അപ്പോൾ ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് അതിനകത്ത് ആ വെള്ളമയം ഒന്ന് വറ്റി കഴിയുമ്പം നമുക്ക് നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേന്ത്രപ്പഴത്തിന് പകരം ചിലർ ഞാലിപ്പൂവൻ പഴം അരിഞ്ഞിടാറുണ്ട്. അതാകുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെയിട്ട് തീയിലിട്ട് ചൂടാക്കേണ്ട കാര്യമില്ല. എല്ലാം റെഡിയായി കഴിഞ്ഞ് ലാസ്റ്റ് പഴം വട്ടത്തിലരിഞ്ഞ് മേളിലിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏത്തപ്പഴമായതുകൊണ്ട് അതൊന്ന് വെന്തോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് ആ തേങ്ങാക്കൂട്ടുമായിട്ടൊന്ന് മിക്സ് ആകണം. അതിന് മധുരം പോരാ, അതുകൊണ്ട് മധുരം പോരാന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഒരു അല്പം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏലക്കായും ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള പലഹാരങ്ങൾക്ക്, ഇതുപോലുള്ള മധുര പലഹാരങ്ങൾക്ക് ചേർക്കാൻ വേണ്ടി ഒരല്പം കൂടെ ശർക്കര ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, ഒരല്പം മതി. ഇപ്പം നല്ല മധുരം ഉണ്ടതിന്. ഇനി ആ ഫില്ലിങ് മാറ്റി വെച്ചിട്ട് ഒരു അപ്പച്ചമ്പ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ച് അത് തിളച്ച് ചൂടായി വരുന്നുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിനുള്ള മാവ് ആ ഇലയിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ആ തവി കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരു തവി മാവ് ഒഴിച്ചിട്ട് കനം കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു അല്പം ആ ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് 4 വശവും മടക്കി പൊതിഞ്ഞ് ഒലിച്ചു പോകാത്ത പോലെ ഈ 2 വശവും അങ്ങോട്ട് മടക്കി വെച്ചിട്ട് ആ മേൽവശവും കൂടെ മടക്കി ഒരു ബോക്സ് പോലെ ആക്കി അപ്പച്ചമ്മിലോട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ലീക്കാകത്തില്ല. അതുപോലെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു 10-25 മിനിറ്റ് ആയി. 10-25 മിനിറ്റായി നല്ലോണം വെന്ത് ചൂടൊക്കെ മാറ്റി നമുക്കത് തുറന്ന് നോക്കാം. നല്ല പൂ പോലെയുള്ള പൂവട റെഡിയായി. കണ്ടോ, അത് കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റാണെന്ന്. നല്ല പൂ പോലുള്ള പൂവടയാണ്. ഞാൻ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പൂവട റെഡിയായി. അപ്പോൾ ഇനിയും വീണ്ടും കാണാം. താങ്ക് യു.